ഒരു കവർ പേജ് ഡിസൈൻ ചെയ്യണമെന്ന് കുറേ നാളെ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു മിനി സ്കെച്ച് ബുക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കവർ പേജിൻ്റെ ഡിസൈൻ മാത്രമേ ശരിയായിട്ടുള്ളൂ, ബാക്കി മൊത്തം ഫ്ലോപ്പാണ്. ഇതിൻ്റെ പേജസ് ഉണ്ടാക്കാൻ ഒരു A3 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് സൈഡ് 14.8ഉം ലോങ് സൈഡ് 10.5ഉം വെച്ച് ഡിവൈഡ് ആക്കി വരച്ച് കട്ടാക്കി എടുത്തിട്ടുണ്ട്. കവർ പേജ് ഡിസൈൻ ചെയ്യാൻ ബീഡ്സ് വെച്ച് എംബ്രോയിഡറി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനെടുത്ത തുണി റയോൺ ടൈപ്പ് ആയിരുന്നു, അതുകൊണ്ട് ലാസ്റ്റ് അത് കവർ ആക്കിയപ്പോൾ പെർഫെക്റ്റ് ആയി വന്നില്ല. കോട്ടൺ പോലത്തെ മെറ്റീരിയൽ യൂസ് ആക്കിയ കുറച്ചുകൂടെ നന്നായിരിക്കും. അതിലൊരു ഡിസൈൻ വരച്ച് ബീഡ്സ് വെച്ച് എംബ്രോയിഡറി ചെയ്ത് തുടങ്ങി. ആദ്യം ക്ലൗഡ്സ് ഔട്ട്ലൈൻ ചെയ്തു, പിന്നെ മൂൺ ചെയ്തു. മൂണിന്റെ ബാക്കി ഫില്ലാക്കുമ്പോൾ ഫസ്റ്റ് എടുത്തതിനേക്കാളും ലൈറ്റ് കളറാണ് എടുത്തിട്ടുണ്ടായത്. പക്ഷെ വലിയ ഡിഫറൻസ് തോന്നാത്തതുകൊണ്ട് ഈ വയലറ്റ് ബീഡ്സ് എടുത്ത് ക്ലൗഡ്സ് ഫില്ലാക്കാൻ വേണ്ടി ബീഡ്സ് എടുത്തപ്പോൾ ഇത് മാച്ച് ആവുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് നല്ല ഭംഗിയായിരുന്നു. ഇനി ഇത് അറ്റാച്ച് ആക്കാൻ കുറച്ച് കട്ടിയുള്ള ഒരു ഷീറ്റ് എടുക്കണം. ഞാൻ ഡയറിയുടെ ഫ്രണ്ട് കവർ എടുത്ത് പണി കിട്ടി. ഈ ക്ലോത്തിന്റെ കട്ടിയും ഡയറിയുടെ കട്ടിയും കൂടെ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഉണ്ടായില്ല. ലാസ്റ്റ് സിസേഴ്സ് വെച്ച് ഹോൾ ആക്കി എടുത്ത്. ഇതിൽ ഹോൾസ് ആക്കിയത് കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ടായിരുന്നു. അതുകൊണ്ടാണോ എനിക്ക് അറിയാത്തോണ്ടാണോ എന്നറിയില്ല, സ്പൈറൽ പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാൻ ത്രെഡ് വെച്ച് കെട്ടിയെടുത്തു. പക്ഷെ അതും ശരിക്കും ചെയ്യാൻ അറിയാത്തോണ്ട് ബുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടായില്ല. ലാസ്റ്റ് ഒരു സ്ക്രാപ്പ് ബുക്ക് റിങ് എടുത്തിട്ട് അവസാനിപ്പിച്ച്. ഇന്നൊരു ദിവസത്തെ മൊത്തം പണി ഇതായിരുന്നു. ഫുള്ള് പെർഫെക്റ്റ് ആക്കി മറ്റൊരു വീഡിയോ വേറൊരു ദിവസം ചെയ്യാൻ. തൽക്കാലം എംബ്രോയിഡറി മാത്രം ഇൻസ്പോ ആക്കി എടുത്താൽ മതി കേട്ടാ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.